കർത്താവായ യേശു തന്നെ ക്രിസ്തുവിനോട് മാത്രം ചേർന്ന പോരാ, ക്രിസ്തുവിന്റെ തത്വങ്ങളുണ്ട്. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, മാതാപിതാക്കളെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ. അങ്ങനെ കർത്താവ് പറഞ്ഞ വചനങ്ങളുടെ മേൽ കൂടെ വേണം നമ്മളെ പണിയാൻ. അതാണ് കർത്താവ് പറയുന്ന വചനങ്ങൾ. ഗിരിപ്രഭാഷണം 7:8-9 5-6-7 മത്തായി 5-6-7 അധ്യായങ്ങളിൽ ആ മലമേൽ കയറി തന്റെ പ്രഭാഷണം പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ 24-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കർത്താവിന്റെ മേൽ മാത്രം ചേർന്നാൽ പോരാ, എന്റെ ഈ വചനങ്ങളുടെ മേൽ നിങ്ങളുടെ ജീവിതം കെട്ടുപണി ചെയ്താൽ നിങ്ങളുടെ ഭവനം എന്താകും എന്ന് പറയുന്നുണ്ട്. അതോടെ കേൾക്കുക. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അരച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവരൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അരച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് നിശ്ചയമായിട്ട് ഇങ്ങനെ ഒരു വീട് പണിയുന്നതിനെ കുറിച്ചല്ല. അതാരും മണലിന്മേൽ പണിയില്ല. നമ്മുടെ ജീവിതം കെട്ടുപണി ചെയ്യുന്നത് കർത്താവിന്റെ വചനത്തിലല്ലെങ്കിൽ വീട് മണലിന്മേൽ പണിതുപോലെ ഇരിക്കും. ഇവിടെ കർത്താവ് 2 വീടിനും കാറ്റ് വന്നെന്ന് എഴുതിയിരിക്കും. യേശു കർത്താവിന്റെ കൂടെ അക്കരയ്ക്ക് പോയപ്പോഴും ആ പടകിലും കാറ്റടിച്ചു. കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് ഇനി ഒരു പ്രശ്നമില്ല എന്ന് ബൈബിൾ പറയുന്നില്ല. ഒരു സുഖജീവിതമല്ല കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, ജയജീവിതം. കാറ്റ് വരാം, കൊടുങ്കാറ്റ് വരാം, പക്ഷെ അതൊന്നും നിന്റെ പടകിനെ തകർക്കത്തില്ല. ഒരു പ്രതിസന്ധിയും നിന്റെ വീടിനെ തകർക്കത്തില്ല. എന്റെ വീട് തകർന്നു പോകേണ്ടതായിരുന്നു, അതുപോലൊരു കൊടുങ്കാറ്റ് അടിച്ച്, പക്ഷെ ക്രിസ്തുവിന്റെ മേൽ കയറി പിടിക്കുവാൻ കർത്താവ് ഭാഗ്യമില്ല. ഇവിടെ തന്നെ കേൾക്കുന്ന ഈ ഭവനത്തിലുള്ളവരോട് മാത്രമല്ല, നമ്മളെല്ലാം ഓരോ വീടുകളിൽ നിന്ന് വന്നവരും. ഞാൻ ഒരു സഭയെ ഇവിടെ ഉയർത്തിയോ മറ്റൊന്നിനെ താഴ്ത്തിയോ എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഒരു സഭയും അല്ലല്ലോ, യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ മേൽ ഒരു വീട്ടിൽ ഒരു വ്യക്തി തന്റെ ജീവിതം സമർപ്പിച്ച തോസൂട്ടി പറഞ്ഞ ഭവനത്തിന്റെ അനുഭവത്തിൽ എന്ന് പറയാം, എത്ര ശാപം പിടിച്ച വീടും അനുഗ്രഹം. കർത്താവ് ഒരു വീട്ടിൽ വന്നാൽ അതിനാണ് ഐശ്വര്യം. യേശു ക്രിസ്തു മുഖേന ഉണ്ടാകുന്നതാണ് ഐശ്വര്യം. അതോടുകൂടെ മുമ്പേ നിങ്ങൾ അവന്റെ രാജ്യവും അന്വേഷിക്കും. എന്റെ വീട്ടിൽ ഒത്തിരി ഉണ്ടാക്കി, ഒത്തിരിയധികം ബാങ്കുകളുണ്ടായിരുന്നു. അത് മുഴുവൻ ആശുപത്രികളിലേക്ക് ഒടുങ്ങി. ഒടുവിൽ ചെറിയ കാര്യത്തിന് പോലും പൈസ എടുക്കാനില്ലാത്ത അവസ്ഥ, വസ്തുക്കളെല്ലാം ഉള്ളപ്പോൾ. എന്നാൽ ഇന്ന് എന്റെ വീട് ഒരു നിറവിന്റെ വീടാണ്. ഒത്തിരി കോടി ഉള്ളതുകൊണ്ടും അനുഭവിക്കാൻ ഒക്കണമെന്നില്ല, ഐശ്വര്യം ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനോട് പറയുമ്പോൾ, നീ സഭയിൽ സമ്പന്നതയുള്ളവരോട് പറയണം, നിശ്ചയമില്ലാത്ത ധനത്തിൽ ആശ്രയിക്കരുത്. ധനം അൺസർട്ടന, വരാം പോകാം. നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, തന്ന കർത്താവിൽ ആശ്രയിപ്പാൻ, സകലവും നമുക്ക് ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവം. ചിലർക്കൊണ്ട് അനുഭവിക്കാൻ യോഗമില്ല, പക്ഷെ കർത്താവ് തന്നാൽ അത് അനുഭവിക്കാൻ. നമ്മൾ വേണ്ടാത്ത ഒരു വഴിയിലും പണം സമ്പാദിക്കണ്ട. കർത്താവ് തരുന്ന പണത്തിന് വേദന കാണത്തില്ല. നമ്മൾ ആരെയും ഒട്ട് വേദനിപ്പിക്കുകയും വേണ്ട. നമ്മൾ വേദനിപ്പിച്ച് ആരെയും വേദനിപ്പിച്ച് പണം ഉണ്ടാക്കിയാൽ അത് നമ്മളെ വേദനിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. അതാണ് പറയുന്നത്. പഴയ നിയമകാലത്ത് പറയാണ്, അവൻ സമ്പത്തുണ്ടാക്കുവാൻ ആരോഗ്യം തരും, അവൻ വേദന ഒന്നും അതിനോട് കൂട്ടുകയില്ല. ഇംഗ്ലീഷിൽ അത് ക്ലിയർ, ഹി ആഡ്സ് നോ പെയിൻ ടു ഇറ്റ്. നമുക്ക് വേദനയുടെ പണം വേണ്ട, നമുക്ക് നല്ല വഴിയിൽ അല്പമേ കിട്ടിയുള്ളത് അതിനെ അനുഗ്രഹിച്ച് വിധവയുടെ കലത്തെ വർദ്ധിപ്പിച്ച കർത്താവ് ആ ഐശ്വര്യം ഈ വീട്ടിൽ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കർത്താവിനെ സ്തുതിക്കുമ്പോൾ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു തൃക്കരങ്ങളിലേക്ക്, നമ്മുടെ ശാപങ്ങൾ മാറുവാൻ മുറിവേറ്റ കൈകളിലേക്ക്. നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും നമ്മളെ ദാരിദ്ര്യം മാറാൻ അവൻ ദരിദ്രനായി. നമ്മുടെ വീടുകളിൽ താമസിക്കുവാൻ ഈ ജഗത്തിന്റെ നാഥൻ ഏതോ വഴിയരികിൽ പിറന്നു. വഴിയമ്പലത്തിനിടയിലാകിയാൽ കാലിത്തൊഴുത്തിൽ കിടന്നു. എന്നെയും നിങ്ങളെയും സമ്പന്നനാക്കുവാൻ അവൻ ദരിദ്രനായി. നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതെ കർത്താവിന്റെ ക്രൂശിൽ നമുക്കൊന്ന് ആശ്രയിക്കാം. ആ കൃപയിൽ നമുക്കൊന്ന് ആശ്രയിച്ചുകൊണ്ട് ഈ ഭവനത്തെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ വരിക. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവായ യേശുവിലൂടെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത മഹാ അനുഗ്രഹങ്ങൾക്കായി
യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നുവെന്ന്. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ പട്ടണം കാക്കുന്നില്ലെന്ന്. ഞങ്ങളുടെ കാവലൊക്കെ വൃഥാമാണെന്ന് ഞങ്ങൾ അറിയും. ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ സമ്പത്തോ ഞങ്ങളുടെ ജോലിയോ ഒന്നിനും ഞങ്ങളെ കെട്ടുപണി ചെയ്യാൻ കഴിവില്ല കർത്താവ്. ഐശ്വര്യമാണ്, അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇന്ന് കർത്താവെ, അങ്ങയുടെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഈ വീടിന് സമാധാനം എന്ന് പറയുമെന്ന് പറഞ്ഞത് ഞങ്ങളെ ഇന്ന് ഈ വീട്ടിൽ അയച്ചിരിക്കും. കർത്താവെ, നിന്റെ ദാസന്മാരാണ് ഞങ്ങൾ ഇവിടെ വന്നത്. യേശുവിന്റെ നാമത്തിൽ ഈ വീടിനെ അനുഗ്രഹിക്കുക. ആകയാൽ കർത്താവ് തന്ന അധികാരത്തിലും അനുഗ്രഹത്തിലും കൃപയിലും നിന്നുകൊണ്ട് മക്കളാണ് ഞങ്ങൾ ചേർന്ന് ഈ വീടിന് സമാധാനം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കരങ്ങൾ ഉയർത്തി ഈ വീടിന് സമാധാനം എന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ വീടിന് സമാധാനം തന്നെയാണ്. ആകയാൽ പിതാവാം ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ഭവനത്തെ ഞങ്ങൾ പ്രതിഷ്ഠിക്കും. കർത്താവിന്റെ കൈകളിലേക്ക് തരുന്ന കർത്താവ് അങ്ങേ വീടിന്റെ മൂലക്കല്ല, അങ്ങേ വീടിന്റെ നായകനായി. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുക. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കന്നുകാലികളുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നീ കൈ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. വായ്പ വാങ്ങാൻ ഇട വരത്തില്ല. അനേക ജാതികൾക്ക് വായ്പ കൊടുക്കാനുണ്ടാവും. നിന്റെ കലത്തിലെ മാവ് കുറയില്ല, നിന്റെ കലശത്തിലെ എണ്ണ കുറയില്ല എന്ന് പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തു മുഖേന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വാഗ്ദത്തങ്ങളും ഞങ്ങൾക്കുള്ളതാക്കിയാണ്. ഈ ഭവനം ക്രിസ്തു മുഖേന ആത്മീയവും ഭൗതികവും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ അനുഗ്രഹങ്ങളാൽ തലമുറയുടെയും അനുഗ്രഹങ്ങളാൽ നിറയപ്പെടണം. ഈ വീട് ചുറ്റുപാടുകൾക്ക് ഒരു വെളിച്ചമാകട്ടെ. പലമേൽ പ്രകാശിക്കുന്ന പട്ടണം പോലെ അടുത്തിരിക്കുന്നവർക്ക് ഒരു സമാധാനമാകട്ടെ. ഇവിടെ കയറി വരുന്ന ഒരു ദരിദ്രനും ഏഴയ്ക്കും വിശക്കുന്നവനും ഇറ്റ് വെള്ളം കൊടുക്കുന്ന ഒരു വീടായിരിക്കട്ടെ. കർത്താവ് ഇവിടെ കടന്നു വന്ന ഒരു രോഗിക്ക് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൊടുക്കുന്ന ഒരു ഭവനമായിരിക്കട്ടെ. മനം തകർന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനാൽ കണ്ണുനീരൊപ്പുന്ന ഒരു വീടായിരിക്കട്ടെ. ഈ ദേശത്തുള്ള ഭവനങ്ങൾക്ക് ഈ വീട് ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ തന്നെ അയൽവാസി ഭവനങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ വീട് പണിയുവാൻ പുറകിൽ അധ്വാനിച്ച എല്ലാവരും, ഇതിന്റെ കോൺട്രാക്ട് മറ്റ് എല്ലാം ചെയ്തവർ, ഇതിന്റെ മരപ്പണിയും കൽപ്പണിയും ചെയ്തവർ, ഇതിന് ഓരോ കാര്യങ്ങളും ചെയ്തവർ അനുഗ്രഹിക്കപ്പെടുന്നു. കർത്താവെ, ഇത് മുഴുവൻ ചെയ്തതിന്റെ മുഴുവൻ മഹത്വവും കർത്താവിന് ഞങ്ങൾ തരികയാണ്. അങ്ങേക്ക് ഞങ്ങൾ സ്തുതി അർപ്പിക്കുക. തുടർന്ന് ഈ മക്കൾ ഇവിടെ പാർക്കുമ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളാൽ ഇവിടെ നിറയപ്പെടും. ഈ ഭവനം ഒരു നന്മയുടെ ഭവനമായിരിക്കും. ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് അത് അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ഭവനത്തിൽ ആദ്യമായി അവരുടെ അടുപ്പിൽ തീ കത്തിച്ച് പാകം ചെയ്യാൻ തുടങ്ങുകയാണ്. വായിക്കുന്ന കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി കടൽക്കരയിൽ അപ്പവും മീനും കർത്താവ് പാകം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നു, നമുക്ക് അധ്വാനിച്ച് സമ്പാദിപ്പാൻ മാത്രമല്ല, നമ്മുടെ കൈക്കും കൂടെ ഒരു പുണ്യം തരാൻ കർത്താവിന് കഴിയും. ഈ വീട്ടിലെ കലത്തെ കർത്താവ് നിറയ്ക്കുന്നു. നല്ല ആഹാരം പാകം ചെയ്ത കർത്താവ് ഈ കൈകളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ ഒരു പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന സമയത്ത് സഹോദരിയും മറ്റേതൊരു സിസ്റ്റേഴ്സ് അമ്മയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത നിങ്ങൾക്ക് അടുക്കളയിലേക്ക് പോയി പാകം ചെയ്യാൻ തുടങ്ങാവുന്നതാണ്. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കലവറയും അടുക്കളയും അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്ന് ആദ്യമായി നിങ്ങളുടെ അടുക്കളയിൽ വിലത്തി കത്തിക്കുമ്പോൾ എന്റെ കർത്താവെ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനെയും നിറയ്ക്കുന്ന നിറവാകുന്ന യേശുവിന്റെ നിറവ് എന്നും ഇവിടെ പിച്ചൽ ഉണ്ടാകട്ടെ. ഇവരുടെ കലശത്തിൽ എന്നും എണ്ണ നിറഞ്ഞിരിക്കട്ടെ. ഇവിടെ കലത്തിലെ മാവ് എന്നും നിറഞ്ഞു തന്നെ വരട്ടെ. അനേകരെ ഭൗതികമായി നിറയ്ക്കുവാൻ, അനേകരെ സന്തോഷം കൊണ്ട് നിറയ്ക്കുവാൻ ഈ കുടുംബത്തെ കർത്താവ് ഇടയാക്കണമേ. ഒന്നിനും ഒരു കുറവും ഇല്ലാതെ എല്ലാ മേഖലകളിലും നിറവുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവെ, ശുശ്രൂഷയിൽ ആദ്യമുള്ളതും കർത്താവിന്റെ കൃപ കൂടിയിരുന്നതിനായി നന്ദി. ഈ ഭവനത്തിൽ അങ്ങയുടെ ദിവ്യ സാന്നിധ്യമുള്ളതിനായി നന്ദി. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട എല്ലാവരും അനുഗ്രഹീതരായി തീരും. അവരുടെ ഭവനങ്ങൾ അനുഗ്രഹീതരമായി തീരും. ഞങ്ങളെല്ലാവരും ചേർന്ന് ഭവനത്തിൽ പാർക്കുന്ന പ്രിയ ജീവിത പങ്കാളി തലമുറയെ മാത്രമല്ല, മാതാവ് മറ്റു ഭവനവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കും. എല്ലാ നന്മകളും നിറയ്ക്കും. പ്രാർത്ഥനകളുടനായി നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആകയാൽ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ ഈ കുടുംബത്തിന്റെ
ഭവനത്തിന്റെ കോൺട്രാക്ടറും എഞ്ചിനീയറും അതുപോലെ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനുമായ ജോർജ് അദ്ദേഹം പ്രാർത്ഥിച്ച ഈ സമയത്താണ്. കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയ ദൈവദാസന്റെ ഭവനത്തില് ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കുവാനും അതിന്റെ പ്രതിഷ്ഠ നടത്തുവാനും കർത്താവ് അനുഗ്രഹിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ അതിനുവേണ്ടി ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നല്ല വിരുന്നിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഈ വിരുന്നിനെ അനുഗ്രഹിച്ച് ഏറ്റവും വാഴ്ത്തി ബ്ലസ് ചെയ്ത് ഏറ്റവും നന്നായി ഞങ്ങൾ തൃപ്തി പ്രാപിച്ച് മടങ്ങുവാൻ ദൈവം സഹായിക്കണം. അതുണ്ടാക്കിയ മുഖാന്തരം അനുഗ്രഹിക്കണം. ഭക്ഷണ പദാർത്ഥങ്ങളെ ദൈവം ഏറ്റവും അധികമായി ബ്ലസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു ദോഷമോ ബുദ്ധിമുട്ടോ ആർക്കും സംഭവിക്കാൻ ഇടയാകാതെ കർത്താവ് അനുഗ്രഹിക്കണം. അവിടുത്തെ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് മടങ്ങുന്നു. കർത്താവിന്റെ കൃപ ഞങ്ങളുടെ എവരോടും കൂടി ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.